ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഐ സ്കോർഡ് 77 ഔട്ട് ഓഫ് 80 ഇൻ മാത്സ് ബോർഡ്സ് പ്ലസ് വണ്ണില് മാത്സിൽ എങ്ങനെയാണ് ഞാൻ 77 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം 10th നിന്ന് +1 +2 കയറുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വില്ലനായിരിക്കും മാത്സ്. കാരണം 10th പഠിച്ചതിനേക്കാൾ എത്രയോ വലിയ സിലബസ് ആണ് ഇവിടെ കവർ ചെയ്യാനായിട്ട് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കണം. എന്നാൽ മാത്രമാണ് A+ എങ്കിലും ഈ ഒരു ഇയറിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ +1 മാത്സ് എങ്ങനെയാണ് ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 10th നിന്ന് സയൻസ് സ്ട്രീം എടുത്തിട്ട് +1 പോകുന്ന വിദ്യാർത്ഥികൾ അറിയേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ 10th പഠിച്ച പല ടോപ്പിക്സുകളും നല്ല രീതിയിൽ ഇൻ ഡെപ്ത് ആയിട്ടായിരിക്കും +1 പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ്നെസ്സിൽ വേണം നിങ്ങൾ +1 കൈകാര്യം ചെയ്യാനായിട്ട്. +1 എത്തിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ആദ്യ സമയങ്ങളിൽ ആ ഒരു ആവശ്യത്തിൽ പഠിച്ചു തുടങ്ങും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെറുതായിട്ട് ഉഴപ്പാനായിട്ട് തുടങ്ങും. വൺസ് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉഴപ്പാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സിലബസ് ആയിരിക്കും ബേർഡനായിട്ട് വരിക. പിന്നീട് നിങ്ങൾ ഒട്ടും സിലബസ് അപ്ഡേറ്റഡ് ആയിരിക്കില്ല. സിലബസ് കവർ ചെയ്യാൻ തന്നെ മടിയായിരിക്കും. പിന്നീട് അതൊരു ബേർഡനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള അക്കാഡമിക് ഇയേഴ്സിൽ ഫുൾ A+ നേടാൻ സാധിക്കുകയുള്ളൂ. +1 മാത്സിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പൊതുവെ എല്ലാവരും പറയുന്ന ടഫ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ 3ാമത്തെ ചാപ്റ്റർ അല്ല, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. 10th നമ്മൾ കവർ ചെയ്തിട്ടില്ല ട്രിഗണോമെട്രി അല്ല ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. മീൻസ് അത് തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ എത്രയോ കൂടുതൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള NCERT സോൾവിങ്ങും അതുപോലെ തന്നെ ചെറുതായിട്ട് കുറച്ചെങ്കിലും മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ തന്നെയാണ് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഫുൾ മാർക്സും സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള 90 to 95% NCERT എക്സസൈസസും PYQ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഇക്വേഷൻസ് എടുത്ത് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി 3ാമത്തെ ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങുന്ന ഫസ്റ്റ് മിഡ് ടേം എക്സാം മുതൽ ആ ഒരു അവസാനം എക്സാം വരെ നിങ്ങൾ ട്രിഗണോമെട്രിയുടെ കുറേ എക്സാംസ് എഴുതുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനും ട്രിഗണോമെട്രി നിങ്ങൾ ഒഴിച്ചു കളയാതെ എന്തായാലും പഠിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു പബ്ലിക് എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ വെള്ളം പോലെ ആയിരിക്കും. അത്രയ്ക്കും തറുവായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിലുള്ള ഓരോ ഇക്വേഷൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഈ ഒരു ഓരോ ഇക്വേഷൻസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇക്വേഷൻസ് എടുത്തുകൊണ്ട് റിവൈസ് ചെയ്യുക. പിന്നെ നമുക്ക് കവറപ്പ് ചെയ്യേണ്ട ഒരു ടഫ് ചാപ്റ്റേഴ്സിൽ 2 ഉണ്ട്, കോണിക് സെക്ഷൻസും സ്ട്രെയിറ്റ് ലൈൻസും. ആക്ച്വലി ഈ 2 ചാപ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. എപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട് ദ പോയിന്റ്, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രം തന്നെയാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പോലും നമുക്ക് ചില നേരത്തെ മനസ്സിലാവില്ല. അങ്ങനെയാണ്. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ചാപ്റ്റേഴ്സിനും. +1 ടഫ് ചാപ്റ്റേഴ്സ് തീരുന്നില്ല. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാതെ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ടഫായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ബട്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിൽ ഒന്ന് തന്നെയാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം ഒരു 8-9 മാർക്കിന് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വരാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കണം. ഇത്രയും നേരം നമ്മൾ ടഫ് ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് സിമ്പിൾ ചാപ്റ്ററും കൂടി ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് സിമ്പിൾ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 10th പഠിച്ച പോലെ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലും പഠിക്കാനായിട്ട്. പക്ഷെ കുറച്ചുകൂടി പുതിയ ടോപ്പിക്സ് കടന്നു വരുന്നുണ്ട് എന്ന് മാത്രം. അതുപോലെ തന്നെ അടുത്തതാണ് പ്രോബബിലിറ്റി. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇനി സിമ്പിളായ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന 3 ചാപ്റ്റേഴ്സ് പറയാം. കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇനീക്വാളിറ്റീസ്, അതുപോലെ തന്നെ സെറ്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ആരും തട്ടി നീക്കി കളയരുത്. ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് കവറപ്പ് ചെയ്ത് പോകാം. എന്നാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാനും സാധിക്കും. അതേപോലെ തന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന 2ാമത്തെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കൊക്കെ പലർക്കും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഈ ഒരു ചാപ്റ്റർ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാം.
കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് നോക്കാം. നമുക്കറിയാം മാത്സ് എന്ന് പറയുമ്പോൾ കുറേ ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉത്തരം. നമുക്ക് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബുക്ക് എന്ന പേരിൽ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഓരോ ചാപ്റ്ററിലും പഠിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് കൃത്യമായ രീതിയിൽ എഴുതി വെക്കുക. മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ +1 ഇക്വേഷനോട് ഇക്വേഷൻ തന്നെയാണ്. ഓരോ ചാപ്റ്ററിലും മിനിമം 1-2 ഇക്വേഷൻസ് എന്തായാലും പഠിക്കാനായിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആൻസർ ചെയ്യുക എന്നുള്ളത്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കുറേ മോഡൽ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മോഡൽ ക്വസ്റ്റ്യൻസും PYQ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പ് പറയാം. എല്ലാവരും NCERT നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് മാത്രം ബോർഡ് എക്സാമിന് പോവുക. NCERT എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സബ്ജക്റ്റിനും നിങ്ങൾ ഒഴിച്ചു കളയരുത്. അതിലുള്ള ഓരോ പ്രോബ്ലംസും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്സിലെ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അവസാനത്തെ ചാപ്റ്റർ ആണ്. സിമ്പിളായിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സിമ്പിളാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ പോകരുത്. കൃത്യമായിട്ട് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സ് എങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക.